മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സീറോ മലബാർ സഭയിലെ ചില വൈദികരുടെ അനുസരണമില്ലായ്മയും സഭാപിതാക്കന്മാരുടെ നിരന്തരമായ അഭ്യർത്ഥനകളും നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി തുടർച്ചയായി 16 കുർബാന ചൊല്ലിയതും നമ്മുടെ കർത്താവിൻ്റെ തിരുശരീരവും തിരുരക്തവും ഉൾക്കൊള്ളുന്ന കാസയും പീലാസയും ഉന്തിയതും അച്ഛന്മാരെ തള്ളിയതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രചരിച്ച് സീറോ മലബാർ സഭയുടെ മൂല്യം സീറോ ആക്കിയ വൈദികരോട് ദൈവം പൊറുക്കില്ല. ചില അനുസരണയില്ലാ വൈദികർ സഭാപിതാവിനെ ധിക്കരിച്ച് ഓൺലൈനിൽ ദാക്ഷ്യഭാവത്തോടെ കുർബാന ചൊല്ലുന്നത് കാണുമ്പോൾ TV ചാനൽ മാറ്റി അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. ഇത്തരക്കാർ കുരിശ് തലതിരിച്ച് നടത്തുന്ന സാത്താന ആരാധകരിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല എന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാരായ ഞങ്ങൾക്ക് കഴിയും. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ നമുക്ക് ശ്രവിക്കാം. ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അനുസരണയില്ലാത്ത സീറോ മലബാർ സഭയിലെ വൈദികരെ ഇനിയും തുടരാൻ അനുവദിക്കണമോ എന്ന് സഭാ നേതൃത്വം തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പൈശാചിക പീഡകൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ഈ വൈദികർക്ക് നമ്മുടെ ഉപവാസത്താലും പ്രാർത്ഥനയാലും മാത്രമേ ഈ അന്ധകാര ശക്തികളിൽ നിന്നും മോചനം നേടാനാവൂ. അതിനായി നമുക്ക് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം.